ഇന്നത്തെ ഇന്നത്തെ ഗീതാമാഹാത്മ്യം പറയുന്നതിനായി ഭക്തിൻ സീതാ മാതാജിനെ ക്ഷണിക്കുന്നു. കൃഷ്ണ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുമീലിതം യേന തസ്മൈ ശ്രീ ഗുരു നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ എന്റെ ഗീതാധ്യായത്തിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം 2 ശ്ലോകങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്ത 2 ശ്ലോകത്തിലേക്ക് കടക്കാം. ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്ത് ഭഗവാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് 18-ാം അധ്യായത്തിലെ 66-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണിത്. സർവധർമാൻ പരിത്തേജ മാമേകം ശരണം വ്രജ അഹം താം സർവ പാപഭ്യോ മോക്ഷയിക്ഷാമി മാ ശുചഃ. അതായത് എല്ലാ തരത്തിലുള്ള മതങ്ങളെ ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുക, ഞാൻ നിങ്ങളെ എല്ലാ പാപഫലങ്ങളിൽ നിന്ന് നിവർത്തിക്കാം, ഭയപ്പെടേണ്ട. അങ്ങനെ തന്നിലേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നവരുടെ എല്ലാ ഉത്തരവാദിത്വം ഭഗവാൻ ഏറ്റെടുക്കും. അയാളെ പാപങ്ങളുടെ എല്ലാ ഫലങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യും. അപ്പോ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ആത്മസമർപ്പണം ചെയ്യുന്നവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരുടെ പാപഫലങ്ങളും ഭഗവാൻ ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആത്മസമർപ്പണം ചെയ്താൽ ഇതൊക്കെ സാധിക്കും. അപ്പൊ നമുക്ക് ശാസ്ത്രങ്ങളില് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആത്മസമർപ്പണം ചെയ്ത ബലി മഹാരാജാവിന്റെ കഥ. അപ്പൊ ബലി മഹാരാജാവ് ആത്മസമർപ്പണം ചെയ്തത് എപ്പോഴാണ്? വാമനദേവൻ അവസാനത്തെ അടി അളക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊന്നും കാണാത്തോണ്ട് മഹാരാജാവിന് എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ സ്വത്തുകളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ അവസാനത്തെ അടി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മഹാരാജാവ് ബലി മഹാരാജ തന്നെ ഭഗവാന് സമർപ്പണം ചെയ്യുകയുണ്ടായത്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? ആത്മസമർപ്പണം ചെയ്യുന്നതിന് ഭക്തന്മാർക്കേ സാധിക്കുള്ളൂ. കാരണം ഭക്തന് അത്രയും ഭക്തിയുള്ളവർക്കേ ഭഗവാന് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ബലി മഹാരാജാവിന് സുതലം എന്ന ലോകം, അത് സ്വർഗലോകത്തെക്കാളും മഹത്തരമായ ലോകവും ലഭിച്ചു. അവിടെ കാവൽക്കാരനായിട്ട്, ഭക്തന്റെ കാവൽക്കാരനായിട്ട് ഭഗവാൻ തന്നെ അവിടെ കാവൽ നിൽക്കുക. അതിലും വലിയൊരു സുഹൃതം വേറെ ഉണ്ടോ? അപ്പൊ അതും ലഭിച്ചു, പിന്നെ മോക്ഷവും ലഭിച്ചു. അപ്പൊ ഈ 3 വരങ്ങളും ബലി മഹാരാജാവിന് ലഭിച്ചു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആത്മസമർപ്പണം എത്രത്തോളം മഹത്വമാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സുഹൃത് ഗീതാമൃത സ്നാനം സംസാര മലനാശനം. നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാവുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു. ഗീതാമഹാത്മ്യം 3-ാമത്തെ ശ്ലോകം. അപ്പോ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? നമ്മള് ഗംഗാജലം കൊണ്ട് സ്നാനം ചെയ്യുന്നതിന് തുല്യമാണ് ഭഗവത്ഗീത ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മള് ശരീരവും ശുദ്ധി ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ശരീരം മാത്രം ശുദ്ധി ചെയ്താൽ പോരാ. എന്തുകൊണ്ടാ? ഒരു ജീവാത്മാവിന് തന്റെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ശരീരം ആവശ്യമാണ്. അപ്പൊ നമ്മൾ ശരീരശുദ്ധി നമ്മൾ എന്നും എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ശുദ്ധജലത്തിൽ കുളിക്കുകയും നല്ല ലേപനങ്ങളൊക്കെ പുരട്ടി ശരീരം നല്ലോണം സൂക്ഷിക്കുന്നതാണ്. അതുപോലെ ശരീരത്തിന് ആവശ്യമായ പോഷണമൊക്കെ നൽകി നമ്മൾ നല്ല രീതിയിൽ ശരീരമൊക്കെ വൃത്തിയായി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവിന് അല്ലെങ്കിൽ നമ്മുടെ അകം ശുദ്ധമാക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് അതിനെ കുറിച്ച് നമ്മൾ അജ്ഞരാണ്. അപ്പൊ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഇത് ആത്മീയമായി ശുദ്ധി വരുത്താവുന്നത്. അപ്പോ ഭക്തിരസാമൃത സിന്ധുവിലെ രൂപഗോസ്വാമി 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ഇത് ഭക്തിയുത സേവനം നല്ലപോലെ നിർവഹിക്കാനായിട്ട് 5 കൂട്ടം കാര്യങ്ങൾ വേണമെന്നാ പറയുന്നത്. ഒന്നാമത്തത് ഹരിനാമ കീർത്തനം എന്നാ പറയുന്നത്. നമുക്കറിയാം ഹരിനാമ കീർത്തനം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 2 സത്സംഗം, ഭക്തന്മാരായിട്ടുള്ള സത്സംഗം വേണം. പിന്നെ തീർത്ഥസ്ഥാനങ്ങളിലുള്ള വാസം.
തീർത്ഥസ്ഥാനങ്ങളിൽ വാസം വളരെ പ്രധാനമാണ്. പിന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക. അഞ്ചാമത്തത് വിഗ്രഹാരാധന. അപ്പൊ ഹരിനാമ കീർത്തനം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഹരിനാമ കീർത്തനം നിത്യവും നമ്മൾ നിരന്തരം ഭഗവാന്റെ കീർത്തിക്കുക, ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുക. കാരണം നാമിയേക്കാളും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത് എല്ലാ ദിവസവും ഒരു അളവിൽ തന്നെ നിരന്തരം നമ്മൾ ചെയ്യണം. അപ്പൊ അത് നമുക്ക് നിത്യവും തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തത് ഭക്തന്മാരായിട്ടുള്ള സത്സംഗം. ഭക്തന്മാരായിട്ടുള്ള സത്സംഗം വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഭക്തന്മാരുടെ സത്സംഗം ഇല്ലെങ്കിൽ നമ്മൾ ആത്മീയമായ ഇതിൽ നിന്ന് താഴോട്ട് പോകും. അപ്പൊ അത് ഉണ്ടാവാണ്ടിരിക്കാൻ എപ്പോഴും ഭക്തന്മാരുടെ സംഘം ഉണ്ടെങ്കിൽ നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമായിട്ടും അത് ശ്രവണം ചെയ്ത് നമ്മൾ ഭക്തിയിൽ തന്നെ നിലനിൽക്കും. ഇനി മൂന്നാമത്തത് തീർത്ഥസ്ഥാനങ്ങളിൽ വാസം. തീർത്ഥസ്ഥാനങ്ങളിൽ വാസം എന്ന് പറഞ്ഞാല് ഇപ്പൊ വൃന്ദാവനം, മധുര, ദ്വാരക തുടങ്ങിയ ഭഗവാന്റെ തീർത്ഥസ്ഥലങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ വസിക്കണം. അപ്പൊ അത് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, ഈ വൃദ്ധരായിട്ടുള്ള ആളുകളൊക്കെ പോയി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഉദ്ദേശം ഇതായിരുന്നു. അപ്പൊ നമുക്കിപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വസിക്കാന്ന് പറഞ്ഞ് നടക്കുന്ന ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ ഇതൊന്നും അത്ര സാധ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എവിടെയാണോ വസിക്കുന്നത്, നമ്മൾ വസിക്കുന്ന സ്ഥലം മധുരയായിട്ടും വൃന്ദാവനമായിട്ടും കണ്ട് നമ്മൾ അതിനെ ആ സങ്കല്പത്തിന് നമ്മളിവിടെ വസിക്കുക. പിന്നെ നാലാമത്തത് ശാസ്ത്രപാരായണം. ശാസ്ത്രപാരായണം എങ്ങനെ ചെയ്യുന്നത്? നമുക്കറിയാം ശാസ്ത്രങ്ങള്, നമുക്കറിയാം ഭഗവത്ഗീത, ഭാഗവതം, പിന്നെ രാമായണം തുടങ്ങിയ ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ പാരായണം ചെയ്യുക. പാരായണം ചെയ്താൽ മാത്രം മതിയോ? ശ്രവണം ചെയ്യുക. അതുപോലെ ഭഗവത്ഗീത ക്ലാസ്സുകള്, ഭാഗവതം ക്ലാസ്സുകളൊക്കെ കേൾക്കുക, രാമായണം വായിക്കുക. പിന്നെ ഇനി വായിക്കാൻ അറിയാൻ പാടാത്തവർക്ക് ശ്രവണം ചെയ്യാം. രണ്ടിലും ഒരേ ഫലം കിട്ടും. അപ്പൊ ശ്രവണം ചെയ്താലും മതി. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഹരികഥ ഇതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ ക്ഷേത്രങ്ങളും. അപ്പൊ അതൊക്കെ ഭക്തജനങ്ങൾ കേട്ടിരുന്നു. എനിക്ക് എന്റെ അച്ഛമ്മയൊക്കെ എന്നെ കൊണ്ടുപോയ ഓർമ്മയുണ്ട്. ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു ഹരികഥ കേൾക്കാൻ. അപ്പൊ ആ ഒരു ശീലം പണ്ട് കാലങ്ങളിൽ, ഇന്ന് അതില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് അതിനൊരു ശ്രമം ചെയ്യണം. ഇനി വിഗ്രഹാരാധന എങ്ങനെ ചെയ്യാം? നമുക്ക് ഭഗവാന് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മള് ഭഗവാന് പൂക്കൾ അർപ്പിച്ച്, ഭഗവാന് മാലയൊക്കെ കെട്ടിയിട്ട്, അതുപോലെ ഭഗവാന് അർച്ചന നടത്തി, പിന്നെ ഭഗവാന്റെ നാമങ്ങൾ കീർത്തിച്ച്, ഭഗവാന് ആരതി ഒഴിഞ്ഞ്, ഭഗവാന് നിവേദ്യം സമർപ്പിച്ച്, ഭഗവാന് നമസ്കരിച്ച്, അതിനെ വന്ദനം ചെയ്ത്, ഇതൊക്കെ നമുക്ക് വിഗ്രഹാരാധന തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാം. അപ്പൊ ഈ ഭക്തിയുത സേവനം നമ്മുടെ ഭക്തി വർദ്ധിപ്പിച്ച് നമുക്ക് ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ കാരണമാകും. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഗീതാ സുഗിതം കർത്തവ്യ കിമിനെ ശാസ്ത്ര വിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത. അതായത് ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാകയാൽ മറ്റൊരു വേദ സാഹിത്യവും പഠിക്കേണ്ടതില്ല. ഭഗവത്ഗീത ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി ശ്രമിക്കുകയും വായിക്കുകയും ചെയ്താൽ മതി. ഇന്നത്തെ കാലത്ത് ആളുകൾ ലൗകിക വ്യാപാരത്തിൽ അത്രയധികം ഒഴുകിയിരിക്കുന്നതുകൊണ്ട് വേദസാഹിത്യം മുഴുവൻ വായിക്കുക അവർക്ക് അസാധ്യമത്രേ. എന്നാൽ അത് ആവശ്യമില്ല. ഈ ഒരൊറ്റ ഗ്രന്ഥം ഭഗവത്ഗീത മതി. കാരണം അത് എല്ലാ വേദസാഹിത്യങ്ങളുടെയും സർവ്വസാരസ്വമാണ്. മാത്രവുമല്ല, പ്രത്യേകിച്ചും അത് പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദിഷ്ടവുമാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? രണ്ടു കൂട്ടം കാര്യങ്ങളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത്. എന്തായത്? ഒന്ന്, ഭഗവത്ഗീത മാത്രം വായിച്ചാൽ മതി, കാരണം അത് വേദങ്ങളുടെ സർവ്വസാരസ്വമാണ്. പിന്നെ രണ്ടാമത്, അത് പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാണ്. പിന്നെ ഭഗവത്ഗീത എങ്ങനെ വായിക്കണം? കൃത്യനിഷ്ഠയോടുകൂടി ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഭക്തിയിൽ മുന്നേറി ഭഗവത്ഗീതയുടെ മഹാത്മ്യം മനസ്സിലാക്കി അത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിന്റെയും ഭഗവാന്റെയും ഗൗരവത്തായുടെ ചരണാരവിന്ദനം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് ഇത്ര നന്നായിട്ട് പറഞ്ഞു തന്നതിന്. അടുത്തതായിട്ട് ഹരിനാമത്തെ കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് വിനോദ് ഗോവിന്ദദാസ് പ്രഭുവിനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ മാതാജി? കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കാല്ലേ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ മാതാജി? ശരി, കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇന്ന് ഹരിനാമത്തിന്റെ മഹാത്മ്യം, അതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഓർക്കുന്നത്. ഹരിനാമം, അതായത് ഭഗവാന്റെ ദിവ്യനാമം വളരെ ശക്തിയേറിയതാണ്, പ്രബലമാണ്. ഒരു വ്യക്തി അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ എന്ന് ഉച്ചരിച്ചാൽ പോലും അതിന്റെ ഫലം ഉണ്ടാവും. ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ ഒരു വ്യക്തിക്ക് ആഗ്രഹമില്ലെങ്കിലും നാമവിമർശന രീതിയിലോ ആരെങ്കിലും അനുകരിച്ചുകൊണ്ടോ കളിയാക്കുന്ന രീതിയിലോ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചാൽ അതിനും ദിവ്യമായ പ്രതിഫലം ഉണ്ടാകും. ഭഗവാന്റെ നാമ മഹാത്മ്യത്തെക്കുറിച്ച് വിഷ്ണു പുരാണത്തിലും പത്മപുരാണത്തിലും ബൃഹത് നാരദീയ പുരാണത്തിലും വ്യക്തമായി പറയുന്നു. ധ്യായാൻ കൃതേ യജൻ യജ്ഞേ ത്രേതായാം ദ്വാപരേ അർച്ചയാൻ തദാപ്നോതി കലൗ സങ്കീർത്തിയ കേശവം. സത്യയുഗത്തിൽ ധ്യാനത്തിലൂടെയും ത്രേതായുഗത്തിൽ യജ്ഞത്തിലൂടെയും ദ്വാപരയുഗത്തിൽ വിഗ്രഹാരാധനയിലൂടെയും നേടിയ ഫലങ്ങൾ എല്ലാം തന്നെ കലിയുഗത്തിൽ ഭഗവാൻ കേശവന്റെ നാമസങ്കീർത്തനത്തിലൂടെ നേടാൻ സാധിക്കും. ഈ 3 പുരാണങ്ങളിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമജപത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അത് കൂടാതെ ഗരുഡ പുരാണത്തിലും ഭഗവാന്റെ നാമമഹാത്മ്യം ഇപ്രകാരം പറയുന്നു. അവസേനാഭി എന്നമാനി കീർത്തിദേ സർവപാതകേ ഭൂമാൻ വിമുച്യതേ സദ്യ സിംഹത്രസ്ഥേ മൃഗ ഇവ. നിസ്സഹായാവസ്ഥയിലോ ആഗ്രഹിക്കാതെയോ ഒരാൾ ഭഗവാന്റെ വിശുദ്ധനാമം ജപിച്ചാൽ സിംഹം അലറുമ്പോൾ എപ്രകാരമാണോ എല്ലാ മൃഗങ്ങളും ഓടിയൊളിക്കുന്നത്, അതുപോലെ ഒരാളുടെ പാപകരങ്ങളായ ജീവിതത്തിന്റെ എല്ലാ പ്രതികരണങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത്. 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതത്തിന്റെ അവസാന ശ്ലോകമായ നാമസങ്കീർത്തനം സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തമാമി ഹരിപ്രദം. ഭഗവാന്റെ നാമജപം കൊണ്ട് മാത്രം നമ്മുടെ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മോചനം നേടാമെന്ന് പറയുന്നു. നാമജപത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഇത്രയും പറയുമ്പോൾ നമുക്ക് മറ്റുള്ള ഇവിടെ നിന്നും മറ്റ് യുഗങ്ങളിൽ നിന്നും നമുക്ക് കലിയുഗത്തിലേക്ക് കിട്ടിയേക്കുന്നത് സങ്കീർത്തന യജ്ഞമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് അത് എളുപ്പത്തിന് നമുക്ക് ഇത് എല്ലാത്തിൻ്റെയും സിമ്പിളായിട്ട് നമുക്ക് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്ന, ഏവർക്കും എല്ലാ മനുഷ്യർക്കും അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇതാണ് നാമസങ്കീർത്തനം. അപ്പോൾ നമ്മൾ ഈ മഹാത്മ്യം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ നാമസങ്കീർത്തനത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മളെല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം എല്ലാ ദിവസവും തുടർന്ന് കൊണ്ട് പോകുക. ഹരേ കൃഷ്ണ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, ഇത്ര നന്നായിട്ട് നമുക്ക് ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തന്നത്. എന്തായാലും ഇത് ആരെങ്കിലും ഇതുവരെ ജപിക്കാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രചോദനം എടുത്തുകൊണ്ട് നമുക്ക് ഒരു റൗണ്ടെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ തുടങ്ങാം. അടുത്തതായിട്ട് നമ്മൾക്ക് ഇന്ന് ക്ലാസ്സിനായിട്ട് ഭഗവത്ഗീത ശ്ലോകം ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ശ്ലോകം 8.10 തൊട്ട് 8.28 വരെ എടുക്കുന്നതിനായിട്ട് ഇന്ന് നമ്മൾക്ക് ഗൗരപ്രിയ മാതാജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഉള്ളത് ഗൗരപ്രിയ മാതാജിയാണ്. അപ്പൊ മാതാജിനെ കുറിച്ച് പറയുമ്പോൾ മാതാജി BCom കഴിഞ്ഞിട്ട് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ P&Dയിൽ ജോലി കിട്ടി.
അത് കഴിഞ്ഞ് BSNL നിന്നും സീനിയർ സൂപ്രണ്ടായിട്ട് 2020 റിട്ടയർ ചെയ്തു. ഭർത്താവ് വിജയ് വേണുധാരിദാസ് ഡെപ്യൂട്ടി കളക്ടറായിട്ട് 2015 റിട്ടയർ ചെയ്തു. മാതാജി 2010 ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ടത്. എന്നിട്ട് 2013 ജയപതാക സ്വാമി മഹാരാജിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചു. ഇവരുടെ 2 മക്കള്, മകൻ മസ്കറ്റിൽ ജോലി ചെയ്യുന്നു, അതേപോലെ മകൾ ബാംഗ്ലൂരിലും. രണ്ടുപേരും കൃഷ്ണാവബോധ സമിതിയുമായിട്ട് വളരെ നല്ല രീതിയിൽ സേവനം നടത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനായിട്ട് ഞാൻ ഗൗരവപ്രിയ മാതാജിനെ ക്ഷണിക്കുന്നു. മാതാജി കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. കേൾക്കാമോ മാതാജി? യെസ്, കേൾക്കാം മാതാജി. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത സത്സംഗത്തിന് എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ വൈഷ്ണവരുടെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രണാമ മന്ത്രത്തോടെ ആരംഭിക്കാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത പരമപദ പ്രാപ്തി എന്ന 8ാമത്തെ അധ്യായത്തിലെ 10 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹർഗ്രേസ് രാധാശക്തി മാതാജി പറഞ്ഞതുപോലെ 2ാം അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് അർജുനന്റെ മനോഭാവത്തോടെ നമുക്ക് തുടങ്ങാം. കാർപ്പണ്യദോഷോ ബഹദ സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത യശ്രയസ്സനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതി മാം ത്വാം പ്രപന്നം. എന്താണ് അർജുനൻ പറയുന്നത്? ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലും. പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളും ഇങ്ങനെ നിൽക്കാറുണ്ട് അല്ലേ? അപ്പോഴൊക്കെ ഭഗവാനെ ശരണം പ്രാപിക്കാൻ നമുക്കും കഴിയണം. അതിന് ഈ ഗീതാ പഠനം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരികൃഷ്ണ. പരമപദ പ്രാപ്തി എന്ന ഈ അധ്യായത്തിൽ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ അർജുനന്റെ ചോദ്യങ്ങളാണ്. 3 മുതൽ ഭഗവാൻ മറുപടി പറയുന്നു. അതായത് ഒറ്റ ശ്വാസത്തില് ചോദിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ അർജുനൻ 2 ശ്ലോകങ്ങളിലായി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ് ബ്രഹ്മം? ആത്മാവെന്താണ്? ഫലോദിഷ്ട കർമ്മം എന്നാൽ എന്താണ്? ഭൗതിക പ്രപഞ്ചവും ദേവന്മാരെന്നും പറയപ്പെടുന്നത് എന്താണ്? ആരാണ് യജ്ഞദേവത? ഈ ശരീരത്തിൽ യജ്ഞദേവത എങ്ങനെയാണ് കുടികൊള്ളുന്നത്? ഭക്തിയുടെ സേവന നിരതരായവർക്ക് മരണസമയത്ത് അങ്ങയെ, അതായത് ഭഗവാനെ എങ്ങനെ അറിയാൻ കഴിയും എന്നൊക്കെ അർജുനൻ ചോദിച്ചു. അപ്പോ 3ഉം 4ഉം ശ്ലോകങ്ങളിൽ ഭഗവാൻ അവസാനത്തെ ചോദ്യം ഒഴിച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. പിന്നെ 5ാമത്തെ ശ്ലോകം മുതൽ 28ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ ആ പ്രധാനപ്പെട്ട അവസാനത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നൽകുന്നത്. അതായത് ഭഗവാന്റെ പരമപദം എങ്ങനെ പ്രാപിക്കാം, അതായത് പരമപദ പ്രാപ്തി.
9 വരെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി 10ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 10. പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചൈവ ഭൂവോർമധ്യേ പ്രാണമാവേശ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. മരണസമയത്ത് യോഗനിഷ്ഠ പൂണ്ട് സ്ഥിരമനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായും പരമപുരുഷനെ പ്രാപിക്കും. ഇവിടെ അഷ്ടാംഗ യോഗ പ്രക്രിയയിലൂടെ പരമസാക്ഷാത്കാരം നേടുന്നവർ എങ്ങനെയാണ് അവരുടെ പ്രാണൻ ത്യജിക്കുന്നതെന്നാണ് ഭഗവാൻ ഇതിൽ പറയുന്നത്. അതായത് ഷഡ്ചക്ര യോഗത്തെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. മരണസമയത്ത് ഭക്തിപൂർവം മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രഭുപാദ് എടുത്തു പറഞ്ഞിരിക്കുന്നത്, ശുദ്ധഭക്തന്മാർ ഇങ്ങനെയുള്ള ഒരു പരിശീലനവും ചെയ്യാറില്ല. അവരെന്താണ് ചെയ്യുന്നത്? അവര് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് മാത്രം അവർക്ക് മരണസമയത്ത് ഭഗവത് സ്മരണ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ ഭഗവത് പ്രാപ്തിക്കുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് യോഗബലേന എന്നുള്ള വാക്കുകൊണ്ട് ഭഗവാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏത് യോഗമാർഗമായാലും, ധ്യാനയോഗമായാലും ഭക്തിയോഗമായാലും പരിശീലനം ചെയ്യണം. പരിശീലനം കൂടാതെ ആസന്ന മരണനായിട്ട് കിടക്കുന്ന ഒരാൾക്ക് ഭഗവാനെ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കുന്ന ഒരവസ്ഥയിൽ എത്താൻ കഴിയില്ല. ഇനി പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഏത് കോമയിലായാലും ആ സമയത്ത് സ്മരണ ഭഗവാൻ സ്വയം നൽകും. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം 11. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദയോ വീതരാഗ യതിശ്ചന്ദോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹണ പ്രവശ്യേ. വിവർത്തനം ബൈ സി ഭക്തിവേദാന്ത പ്രഭുപാദ്. വേദപഠനം ചെയ്തവരും ഓങ്കാരം ഉരുവിടുന്നവരും സന്യാസി വര്യന്മാരും ഏത് ബ്രഹ്മപദം പോകുന്നുവോ, ഏത് പരിപൂർണതയെ ആഗ്രഹിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നുവോ, മോക്ഷപ്രാപ്തിക്ക് കാരണമായ ഈ പ്രക്രിയയെ ഇനി ഞാൻ വിവരിച്ചു തരാം. അപ്പൊ ഇവിടെ ഭഗവാൻ ഇതിൽ ഷഡ്ചക്ര യോഗത്തിന്റെ അനുഷ്ഠാനത്തെ പറ്റിയാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ യോഗികളുടെ ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ 2 ഭാവങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ഓങ്കാരമാണ് ബ്രഹ്മം എന്ന് വിശ്വസിക്കുന്നവരും ഭഗവാന് രൂപമില്ല എന്ന് വിശ്വസിക്കുന്ന അവ്യക്തിഗതവാദികളും. ഓങ്കാരവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ഭഗവത്ഗീത 10:25 ഭഗവാൻ അത് പറയുന്നുണ്ട്. അതായത് സ്പന്ദനങ്ങളിൽ, വാക്കുകളിൽ ഞാൻ ഓങ്കാരമാണ്. അപ്പോ വൈദിക സമ്പ്രദായ പ്രകാരം ഒരു ആത്മീക ആചാര്യന്റെ അടുത്ത് താമസിച്ച് പൂർണ്ണമായ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഈ 2 ഭാവങ്ങളെയും സാക്ഷാത്കരിക്കാം. പക്ഷെ ഇന്നത്തെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ഇതൊന്നും ഒട്ടും തന്നെ പ്രായോഗികമല്ല, അല്ലെ? അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ ഭഗവത് പ്രാപ്തിക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരേ ഒരു മാർഗം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുക മാത്രമാണ് എന്ന് പറഞ്ഞു തന്നത്. ഇനി ശ്ലോകം 12. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യ മൂർധാധ്യായാത്മന പ്രാണ ആസ്ഥിതോ യോഗധാരണം. വിവർത്തനം. ഇവിടെ പറഞ്ഞ പ്രകാരം യോഗം പരിശീലിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കഥകടക്കുകയാണ്. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ സംയമിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കുകയും പ്രാണവായുവിനെ മൂർധാവിൽ സ്ഥിരീകരിക്കുകയും ചെയ്താൽ യോഗസ്ഥനാകാം. അപ്പോൾ ഇതിലെന്താണ്, എങ്ങനെയാണ് യോഗസ്ഥനാകുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? ഇതിനു വേണ്ട ആദ്യത്തെ കാര്യം ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുക എന്നതാണ്. ഇതില് യോഗികൾ ചെയ്യുന്നത് ഇന്ദ്രിയങ്ങളെ അതിന്റെ വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ അനുഭവങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ളതാണ്. അതായത് കണ്ണുകളെ കാണാൻ അനുവദിക്കാതെ, ചെവിയെ കേൾക്കാൻ അനുവദിക്കാതെ, അങ്ങനെയൊക്കെ. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല അത് പ്രായോഗികവുമല്ല. കൃത്രിമമായ നിയന്ത്രണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വളരെ
ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളെ അതിലും ഉന്നതമായ വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടണം. അതായത് ഋഷികേശ സേവനം. ഋഷിക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങള്, ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നാഥം. അങ്ങനെ മാത്രമേ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൂ. യോഗികളായാലും നമുക്കറിയാം 10,000 വർഷം കഠിനമായി തപസ് ചെയ്ത വിശ്വാമിത്ര മഹർഷിക്ക് എന്ത് സംഭവിച്ചുവെന്ന്. കേവലം മേനകയുടെ കാൽച്ചിലമ്പിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ 10,000 വർഷത്തെ തപസ്സും ഇല്ലാണ്ടായി. അപ്പോൾ അംബരീഷ മഹാരാജാവിനെ പോലെയുള്ള മഹാഭക്തന്മാരുണ്ട്. അദ്ദേഹം എന്താ ചെയ്തത്? എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിനായി സമർപ്പിച്ചു. അദ്ദേഹം എന്താ ചെയ്തു? കാലുകൾ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലെ ദർശനത്തിനായിട്ട് ഉപയോഗിച്ചു, ക്ഷേത്രങ്ങളിലേക്ക് നടക്കാൻ വേണ്ടി ഉപയോഗിച്ചു. കൈകള് ഭഗവാന്റെ ക്ഷേത്രം ശുചീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ കണ്ണുകൾ ഭഗവാന്റെ അർച്ച വിഗ്രഹം ദർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. മൂക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വെച്ച പുഷ്പങ്ങള് മണക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ചെവികൾ ഭഗവാന്റെ കഥ ശ്രവിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. നാവ് ഭഗവാൻ അർപ്പിച്ച തുളസീദളം രുചിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ശിരസ് ഭഗവാന്റെ പാദങ്ങളിൽ പ്രണമിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ദേഹം അദ്ദേഹം ഭക്തന്മാരെ ആലിംഗനം ചെയ്യാൻ ഉപയോഗിച്ചു. അങ്ങനെ മഹാഭക്തനായ അംബരീഷൻ തന്റെ എല്ലാം ഭഗവാന് വേണ്ടി, സ്വയം തന്നെ ഭഗവാന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെയുള്ള ഭക്തർക്ക് നമുക്കറിയാം, ദുർവാസാവ് മഹർഷിയെ പോലെയുള്ള മഹായോഗിയെ പോലും കീഴടക്കാൻ പറ്റും. അതായത് തന്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റും. അത് അവരുടെ ആ ഒരു ഇതല്ല, അവരുടെ ആ ഭക്തി കൊണ്ട് അവർക്ക് അവരെ അവിടത്തേക്ക് എത്തിക്കാൻ പറ്റും. ഇനി അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അംബരീഷ മഹാരാജാവിനെ പോലെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനായിട്ട് ഉപയോഗിക്കണം. ഇനി അടുത്തത് ശ്ലോകം 13. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാദിത്യജൻ ദേഹം സയാദി പരമാം ഗതിം. വിവർത്തനം ബൈ എസ് സി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ഇങ്ങനെ യോഗസ്ഥനായി ഓം എന്ന ഉത്തമമായ വിശുദ്ധാക്ഷരം സംയോഗം ഉച്ചരിച്ചുകൊണ്ടും പരമദിവ്യോത്തമ പുരുഷനെ സ്മരിച്ചുകൊണ്ടും ശരീരം ത്യജിക്കുന്നവൻ ആധ്യാത്മിക ലോകങ്ങളിലെത്തും, സംശയമില്ല. ഇവിടെ ഭഗവാൻ പറയുന്നു, ഓങ്കാരവും ബ്രഹ്മവും ഭഗവാൻ കൃഷ്ണനും ഒന്ന് തന്നെയാണെന്ന്, ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജപിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഓങ്കാരം അന്തർലീനമായിരിക്കുന്നുവെന്ന് ശില പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ട് ദേഹം ത്യജിക്കുന്ന ഓരോരുത്തരുടെയും പരിശീലന രീതി അനുസരിച്ച് അനുയോജ്യമായ വിധത്തിൽ ഓരോരോ ആധ്യാത്മിക ലോകങ്ങളിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണന് രൂപമില്ല എന്ന് വിശ്വസിക്കുന്നവർ ബ്രഹ്മജ്യോതിയിലെത്തും. ഭഗവാൻ കൃഷ്ണനെ എല്ലാ ഗുണങ്ങളോടും കൂടി ഭഗവാന്റെ രൂപത്തെ ആരാധിക്കുന്നവര് ഭഗവത് ധാമമായ ഗോലോക വൃന്ദാവനത്തിൽ എത്തിച്ചേരും. അടുത്തത് ശ്ലോകം 14. അനന്യച്ഛേദ സതതം യോ മാം സ്മരതി നിത്യശ തസ്യാഹം സുലഭ പാർത്ത നിത്യയുക്തസ്യ യോഗിന. ഇവിടെ ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇതിൽ ഭഗവാൻ പറയുന്നത് ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി ഇങ്ങനെയുള്ള 4 വിധത്തിലുള്ള ഭക്തന്മാരെ കുറിച്ചും കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം എന്നീ യോഗങ്ങളെ കുറിച്ചും പറഞ്ഞതിന് ശേഷം ഇതിലും ഏറ്റവും ഉയർന്ന പടിയായ ഭക്തിയോഗം അനുഷ്ഠിക്കുന്ന ശുദ്ധഭക്തനെ കുറിച്ച് പറയുന്നു. എന്തെല്ലാമാണ് ശുദ്ധഭക്തന്റെ പ്രത്യേകതകൾ? അദ്ദേഹത്തിന് ഭഗവാന്റെ സന്തോഷം മാത്രമേ ലക്ഷ്യമായിട്ടുള്ളൂ. മറ്റു 4 തരം ഭക്തന്മാർക്കും സ്വാർത്ഥ താല്പര്യങ്ങളോ മോഹങ്ങളോ ഉണ്ട്. ശുദ്ധഭക്തന്മാർ ഭഗവാന്റെ വ്യക്തിഗത രൂപം ആരാധിക്കുന്നവരാണ്. അതായത് അവര് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നാരായണൻ, നരസിംഹം, ജഗന്നാഥൻ അങ്ങനെ ഭഗവാന്റെ വിവിധങ്ങളായ രൂപങ്ങളിൽ അവർ ഭഗവാനെ ആരാധിക്കുന്നു. അതുകൂടാതെ കാലദേശഭേദം കൂടാതെ അചഞ്ചലമായ മനസ്സോടുകൂടി ഭഗവാനെ സ്മരിക്കുന്നു. ഇങ്ങനെയുള്ള ഭക്തന്മാർ എവിടെ വസിച്ചാലും അവിടെ ഒരു ധാമത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. ഇനിയോ, ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഒരു നിമിഷം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല.
അതായത് ഭഗവാനുമായിട്ടുള്ള വിരഹം അവർക്ക് അസഹ്യമാണ്. ചൈതന്യ മഹാപ്രഭു ശിഷ്ടാഷ്ടകത്തിൽ പറയുന്നുണ്ട്, യുഗായുധം നിമീഷേണ ചക്ഷുഷാ പ്രാവുഷായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേണമേ. അവർക്ക് ഭഗവാന്റെ വിരഹത്തില് ഈ ലോകം മുഴുവൻ ശൂന്യമായതുപോലെ തോന്നും. ഒരു നിമിഷം ഒരു യുഗം പോലെയുമാണ് അങ്ങനെയുള്ള ഭക്തർക്ക് തോന്നുക. അപ്പൊ ഭഗവാൻ എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള ഭക്തർക്ക് ഞാൻ സുപ്രാപ്യനാണ്, അവർക്ക് എന്നെ വളരെ എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയും. അപ്പോ ഇങ്ങനെയുള്ള ഭക്തരാവാൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യവും പ്രാഥമികമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഭക്തിയോടെയും ശ്രദ്ധയോടെയും ജപിക്കുക, ഭഗവാന്റെ കഥകൾ ശ്രവിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ക്രമേണ സാധ്യമാവും. അതുപോലെ കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം അതൊക്കെ ഓരോരോ പടിപടിയായിട്ടാണ് ആചരിച്ചിട്ട് ഭക്തിയോഗത്തിലെത്തുക. പക്ഷെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെയും മഹാഭക്തനായ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരുടെയും കാരുണ്യം കൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വളരെ നേരെ തന്നെ നമുക്ക് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അടുത്തത് ശ്ലോകം 15. മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗതാ. ഇതില് ഭഗവാൻ എന്താ പറയുന്നത് എന്ന് വെച്ചാല്, കൃഷ്ണാവോധം ലഭിച്ച് പരിപൂർണത നേടിയ ഉത്കൃഷ്ടരായ ആത്മാക്കളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അവർക്ക് കൃഷ്ണലോകത്തിൽ എത്തണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള സഹവാസം അത് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുന്ന ഒരു ഭക്തൻ നശ്വരമായിട്ടുള്ള ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നിങ്ങനെയുള്ള ഈ ഭൗതിക ക്ലേശങ്ങൾ നിറഞ്ഞ ഈ ലോകത്തേക്ക് തിരിച്ചു വരേണ്ടതായി വരില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്തത് ശ്ലോകം 16. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. വിവർത്തനം: ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം, അതായത് ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായുള്ളത് വരെ ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ്. കുന്തിപുത്ര, എന്റെ പരമപദത്തിൽ എത്തിയവനാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരില്ല. ഇതിലെന്താ ഭഗവാൻ പറയുന്നത്? എന്താണെന്ന് വെച്ചാല് കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം ഇവ പരിശീലിക്കുന്നവർക്ക് ബ്രഹ്മലോകം വരെയുള്ള ഉപരിലോകങ്ങളിലേക്ക് മാത്രമേ എത്താൻ കഴിയൂ എന്നാണ്. അവിടെ ചെന്നിട്ട് അവരെന്ത് ചെയ്യണം? അവർ കൃഷ്ണാബോധം പരിശീലിച്ചില്ലെങ്കിൽ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അതായത് ബ്രഹ്മലോകം മുതൽ പാതാള ലോകം വരെയുള്ള എല്ലാവരും ജനന മരണങ്ങൾക്ക് അധീനരാണ്. ബ്രഹ്മാവിന്റെ ആയുസ് അവസാനിക്കുന്ന മഹാപ്രളയ കാലത്ത് ഇവര് ഉയർന്ന ഗ്രഹങ്ങളിൽ എത്തി അവിടെ വസിച്ചുകൊണ്ട് കൃഷ്ണാബോധം പരിശീലനം ചെയ്യുമ്പോൾ അവർക്ക് ആത്മീയ ലോകങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. അതായത് കൃഷ്ണാബോധത്തിൽ പൂർണ്ണത നേടുന്നവർക്ക് മാത്രമേ ഭഗവത് ധാമമായ കൃഷ്ണലോകം അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകം 17. സഹസ്രയുഗ പര്യന്ത മഹര്യത് ബ്രഹ്മണോ വിദുഹു രാത്രിം യുഗസഹസ്രാന്താം തേയഹോരാത്ര വിദോ ജനഃ. വിവർത്തനം: മനുഷ്യഗണിത പ്രകാരം യുഗങ്ങൾ വേണം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന്, രാത്രിക്കും അങ്ങനെ തന്നെ. അപ്പൊ ഇതിൽ ഭഗവാൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഭഗവാൻ ഭൗതിക പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് പറയുന്നു. അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം, അതായത് ഒരു പകൽ 1000 ചതുർയുഗങ്ങളാണ്. അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഇങ്ങനെയുള്ള ചതുർയുഗങ്ങൾ 1000 തവണ കടന്നു പോകുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു പകൽ അത് അവസാനിക്കുമ്പോൾ അത്രയും തന്നെ ബ്രഹ്മാവിന്റെ രാത്രി. 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ രാത്രി. അപ്പോ ഇങ്ങനെ ഒരു പകൽ അവസാനിക്കുന്ന ആ സമയത്തിനെ ഒരു കൽപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യം, ധർമ്മം, ജ്ഞാനം എല്ലാം ഒരേപോലെ നിലനിന്നിരുന്നത് കൊണ്ട് സത്യയുഗത്തിന്റെ ദൈർഘ്യം 17,28,000 വർഷമായിരുന്നു. ത്രേതായുഗമായപ്പോൾ അധർമ്മം കുറച്ചിങ്ങനെ വന്നു തുടങ്ങി.
അപ്പോ അതിന്റെ ദൈർഘ്യം കുറഞ്ഞ് 12,96,000 വർഷമായി. വീണ്ടും ദ്വാപരയുഗത്തിൽ സത്യവും ധർമ്മവും കുറഞ്ഞു, പിന്നെ എന്താണ്, അഹങ്കാരം വളർന്നു. അപ്പോ അതിന്റെ ദൈർഘ്യം 8,64,000 വർഷമായി. ഇനി കലിയുഗത്തിലോ? കലിയുഗത്തിന്റെ ദൈർഘ്യം 4,32,000 വർഷമാണ്. അപ്പോൾ കലിയുഗത്തിൽ സത്യവും ധർമ്മവും ദയയും എല്ലാം നശിച്ച് അധർമ്മം കൊടികുത്തി വാഴും. ഇത് നമ്മൾ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നതാണ് അല്ലെ. കലിയുഗം തുടങ്ങി 5000 വർഷം പിന്നിട്ടപ്പോൾ ഇതാണ് അവസ്ഥ എങ്കിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ ഇത്രയും ദൈർഘ്യമുള്ള 1000 ചതുർയുഗങ്ങൾ ചേർന്ന പകലും അത്രയും തന്നെ ചതുർയുഗങ്ങൾ രാത്രിയുമായിട്ടുള്ളതാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. ഇങ്ങനെയുള്ള 100 വർഷമാണ് ബ്രഹ്മാവിന്റെ ആയുസ്. അപ്പൊ ഇത്രയും ദൈർഘ്യമുള്ള ആയുസ്സുള്ള ബ്രഹ്മാവും ബ്രഹ്മലോകവാസികളും ഭൗതിക പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് മരണത്തിന് അധീനരാണ്. അതായത് ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ എല്ലാവരും തന്നെ മരണത്തിന് വിധേയരായേ പറ്റൂ. അടുത്ത ശ്ലോകം 18. അവ്യക്തയ സർവ പ്രഭവന്ത്യഹരാഗമേ രാത്ര്യാഗമേ പ്രലീയന്തേ തത്രൈവാവ്യക്ത സംജ്ഞകേ. വിവർത്തനം: ബ്രഹ്മദിനാരംഭത്തിൽ സർവഭൂതങ്ങളും അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭവിക്കുന്നു. പിന്നീട് രാത്രിയാകുമ്പോൾ അവ അവ്യക്തതയിൽ തന്നെ വീണ്ടും ലയിക്കുകയും ചെയ്യുന്നു. അടുത്ത ശ്ലോകം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്, വായിക്കും. ഭൂതഗ്രാമസ ഏവായാം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്ര്യാഗമേ അവശ പ്രാർത്ഥ പ്രഭവത്യഹരാഗമേ. വിവർത്തനം: വീണ്ടും വീണ്ടും ബ്രഹ്മദിനാരംഭത്തോടെ സകല ഭൂതജാലങ്ങളും ഉളവാകുന്നു. ബ്രഹ്മനിശാഗമത്തിൽ അവയെല്ലാം നിസ്സഹായരായി നശിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഈ ശ്ലോകത്തില് 18ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം ഭഗവാൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. എന്താണ് ഭഗവാൻ പറയുന്നതെന്ന് വെച്ചാല്, ബ്രഹ്മദേവന്റെ നിശയിൽ അവ്യക്തതയിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൽ വിലയം പ്രാപിക്കുന്ന ജീവാത്മാക്കള് ബ്രഹ്മദിനത്തിൽ വീണ്ടും ആവിർഭവിക്കുന്നു. അപ്പോ അത് പകൽ സമയമാണ്. അപ്പൊ ഈ പകൽ സമയത്ത് അവർക്ക് ഭൗതിക കർമ്മങ്ങൾക്ക് ആവശ്യമായ ശരീരം ലഭിക്കും. ആ ശരീരം ഉപയോഗിച്ച് അവർ ചെയ്യുന്ന പാപപുണ്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവർക്ക് ഉന്നത ഗ്രഹങ്ങളിലേക്കോ അധമ ഗ്രഹങ്ങളിലേക്കോ എത്തിച്ചേരും. വീണ്ടും ബ്രഹ്മനിശയില് ശരീരം നഷ്ടപ്പെട്ട് അവർ മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ വിലയം പ്രാപിക്കും. പകലാവുമ്പോൾ വീണ്ടും ആവിർഭവിക്കും. ബ്രഹ്മാവിന്റെ രാത്രിയാവുമ്പോൾ വീണ്ടും വിലയം പ്രാപിക്കും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയ. അതായത് ഭൂത്വാ ഭൂത്വാ പ്രലീയതേ. അപ്പൊ ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്, ജീവാത്മാക്കൾക്ക് ഉന്നത ഗ്രഹങ്ങളിലേക്ക് എത്താൻ കഴിയുമെങ്കിലും അവർ ആർജിച്ച പുണ്യം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവർക്ക് ഭൂമിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരേണ്ടതായിട്ട് വരും. അടുത്ത ശ്ലോകം 20. പരസ്തസ്മാത്തു ഭാവോന്യോ വ്യക്തോ വ്യക്താത് സനാതനഃ യസ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. അപ്പോൾ വിവർത്തനം: വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും അത് അതേപോലെ നിലനിൽക്കുന്നു. അതായത് ഇവിടെ ഭഗവാൻ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളതും സനാതനവുമായിട്ടുള്ള തൻ്റെ ആത്മീയ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഭഗവാന്റെ ഈ ആത്മീയ ശക്തി ഭൗതിക ശക്തിക്ക് നേരെ വിപരീതമാണ്. ഈ ഉത്കൃഷ്ട ശക്തിക്ക് ബ്രഹ്മാവിന്റെ ദിനരാത്രങ്ങൾക്കനുസരിച്ച് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അടുത്ത ശ്ലോകം 21. അവ്യക്തോക്ഷര ഇത്യുക്ത തസ്മാഹു പരമാം ഗതിം യം പ്രാപ്യ നിവർത്തന്തേ തദ്ധാമ പരമം മമ. വിവർത്തനം: വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യസ്ഥാനമെന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമാണ് എൻ്റെ പരമധാമം. ഇവിടെ ഭഗവാൻ തൻ്റെ വാസസ്ഥാനമായ
അതായത് പരമമായ പ്രാപ്യസ്ഥാനമായ ഗോലോക വൃന്ദാവനത്തെ കുറിച്ച് പറയുന്നു. ഇതിനെപ്പറ്റി ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ബ്രഹ്മസംഹിതയിൽ ഭഗവത് ധാമത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ചിന്താമണി പ്രകരസത്മസു കൽപവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അതായത് എന്താ, അനേകം ചിന്താമണി രത്നങ്ങളാൽ നിർമ്മിച്ച മനോഹരമായ ഹർമ്മ്യങ്ങളും എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്ന കൽപ്പവൃക്ഷങ്ങളും പാല് പറ്റാത്ത സുരഭി പശുക്കളും നിറഞ്ഞ ഗോലോകധാമത്തില് ആയിരക്കണക്കിന് ലക്ഷ്മി ദേവിമാർ സംഭ്രമത്തോടെ സേവിക്കുന്ന ശ്യാമവർണ്ണനും താമര ഇതൾ പോലെ നീണ്ട കണ്ണുകളോട് കൂടിയവനും കോടിക്കണക്കിന് കാമദേവന്മാരുടെ അംഗലാവണ്യത്തോടും സൗന്ദര്യത്തോടും കൂടിയ ഭഗവാൻ മഞ്ഞപ്പട്ടാടയണിഞ്ഞ് ശിരസിൽ മയിൽപീലി ചൂടി വൈജയന്തിമാലയണിഞ്ഞ് ഓടക്കുഴലും ഊതി സച്ചിത് ആനന്ദ സ്വരൂപനായി പരിലസിക്കുന്നു. ഇതാണ് ഒരിക്കൽ എത്തിച്ചേർന്നാൽ ഒരിക്കലും തിരിച്ചു വരേണ്ടാത്തതായ ഭഗവാന്റെ ധാമം. അതായത് എല്ലാവരും ആഗ്രഹിക്കുന്ന അന്തിമമായ പ്രാപ്യസ്ഥാനം ഗോലോക വൃന്ദാവനം. അടുത്തത് ശ്ലോകം 22. പുരുഷാസ പരം പാർത്ത ഭക്ത്യാലഭ്യസ്തനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തദം. വിവർത്തനം: ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ് സർവരിലും മഹത്തമനായ ആ പരമദിവ്യോത്തമ പുരുഷൻ. സ്വതാമസ്ഥനെങ്കിലും സർവവ്യാപിയും സർവത്തെയും ഉൾക്കൊള്ളുന്നവനുമാണ് അദ്ദേഹം. അപ്പോ ഇതിലെന്താണ് ഭഗവാൻ പറയുന്നത്? ഭഗവാൻ പറയുന്നു, ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നീട് തിരിച്ചു വരേണ്ടതായ ഈ പരമമായ ധാമത്തിൽ ഭക്തി കൊണ്ട് മാത്രമേ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതായത് ഭക്ത്യാ മാം അഭിജാനാതി ഭഗവാൻ പറയുന്നു അല്ലെ. ഭഗവത് ധാമത്തിലും മറ്റനേകം വൈകുണ്ഠധാമങ്ങളിലും ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതുപോലെ സ്വധാമത്തിൽ ഇരുന്നാലും ഭഗവാൻ സർവ്വവ്യാപിയായിട്ട് എല്ലായിടത്തുമുണ്ട് അല്ലെ. പരമാത്മ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അധിവസിക്കുന്ന ഭഗവാൻ പുറത്തുമുണ്ട്. നമ്മള് നരസിംഹ പ്രയറിൽ പാടാറുണ്ടല്ലോ അല്ലെ, ബഹ് നരസിംഹോ ഹൃദയേ നരസിംഹോ അല്ലെ. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലും ഉണ്ട്, പുറത്തുമുണ്ട്. അതുപോലെ വിവിധങ്ങളായ വൈകുണ്ഠധാമങ്ങളിൽ ഭഗവാൻ സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെ വിവിധങ്ങളായ നാമങ്ങളിൽ ചതുർഭുജ രൂപങ്ങളിൽ അധിവസിക്കുന്നു. ഭഗവത്ധാമത്തില് ആത്മീയ ആനന്ദം മാത്രമേ ഉള്ളൂ, അവിടെ ഭൗതികമായിട്ട് യാതൊന്നും തന്നെയില്ല. ശ്ലോകം 23. എത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനാം പ്രയാതായാന്തി തം കാലം ഭക്ഷ്യാമി ഭരതർഷഭാം. 23-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്, കർമ്മയോഗം, ജ്ഞാനയോഗം, ഹഠയോഗം എന്നിങ്ങനെയുള്ള യോഗ പ്രക്രിയയിൽ ഏർപ്പെടുന്നവർ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് അതിന് പറ്റിയ സമയത്ത് ദേഹത്യാഗം ചെയ്യണം എന്നാണ്. അപ്പോൾ അതെങ്ങനെ സാധിക്കും? നന്നായിട്ട് പരിശീലനം ചെയ്തിട്ടുള്ള യോഗിക്ക് ഏത് സമയത്ത് പോയാൽ തിരിച്ചു വരാതിരിക്കും, ഏത് സമയത്ത് പോയാൽ തിരിച്ചു വരും എന്നെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള സമയം തിരഞ്ഞെടുക്കാൻ കഴിയും. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഭഗവാന് സമർപ്പണം ചെയ്ത അവർ എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തിട്ട് സന്തോഷമായിട്ടിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് എന്താണോ വേണ്ടത് അത് ഭഗവാൻ ചെയ്തോളും. കാരണം ഭഗവാനെ എപ്പോഴും ഭക്തിയുത സേവനം ചെയ്ത് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തുന്ന ഭക്തന് എല്ലാ സമയത്തും ഭഗവാന്റെ സ്മരണ ഉണ്ടാവും. അവരും ഭഗവാനും തമ്മിൽ ഒരിക്കലും പിരിയുന്നില്ല. അവര് ഇത് ഭൗതിക ലോകത്തിലായാലും ആധ്യാത്മിക എവിടെയായാലും അവർക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു പിരിഞ്ഞിരിക്കലില്ല. അപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരിക്കലും അവരതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നില്ല. അപ്പൊ ഇവിടെ കാലം എന്ന് സൂചിപ്പിക്കുന്നത് സമയദേവതയാണെന്നാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 24. അഗ്നിർ ജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാം.
അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായണ കാലത്തോ ഇഹലോകം വിടുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കും. അതെന്താണ് അപ്പൊ അത് എന്താണെന്ന് വെച്ചാല് ഇതിൽ ദേഹത്യാഗം ചെയ്യുന്നതിനുള്ള മുഹൂർത്തങ്ങളെ കുറിച്ചാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. ഇവിടെ അഗ്നി, ജ്യോതിസ്, ശുക്ലപക്ഷം എന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാം അധിഷ്ഠാന ദേവതകളുണ്ട്. അവരാണ് ഇവ യോഗിക്ക് വേണ്ടുന്ന യാത്രാ സംവിധാനം ഒരുക്കുന്നത്. ഒരു യോഗി നല്ലതുപോലെ പരിശീലനം സിദ്ധിച്ച ആളാണെങ്കിൽ അദ്ദേഹത്തിന് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് അറിയാൻ കഴിയും. ഭഗവാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്നവര് ബ്രഹ്മജ്യോതിയിൽ എത്തിച്ചേരും. അല്ലാത്തവര് യാദൃശ്ചികമായി മരണം സംഭവിക്കുന്നവർക്ക് ഈ പറഞ്ഞ സമയങ്ങളിലാണെങ്കിൽ മാത്രം അവർക്ക് ഇതുപോലെ ബ്രഹ്മജ്യോതിയിൽ എത്തിച്ചേരാൻ കഴിയും. അല്ലെങ്കിൽ അവർക്ക് എവിടെയാണോ എത്തിച്ചേരുന്നത് അവിടുന്ന് തിരിച്ചു വരേണ്ടതായിട്ട് വരും. എന്നാൽ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കൃഷ്ണാവബോധമുള്ള ഒരു ഭക്തൻ ഇതൊന്നും തന്നെ നോക്കാറില്ല. അദ്ദേഹത്തിന് ഒന്നിനെ കുറിച്ച് ഒരു വേവലാതിയുമില്ല. എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ഇച്ഛ പോലെയാണ്, എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള ഉത്തമ വിശ്വാസം അയാൾക്കുണ്ടായിരിക്കും. ശ്ലോകം 25. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തതേ. ധൂമ സാന്നിധ്യം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗി ചന്ദ്രലോകം പോകുന്നു. അയാൾ വീണ്ടും ഭൂമിയിൽ ജനിക്കും. അതായത് ഇവിടെ ഈ ശ്ലോകത്തില് ചന്ദ്രലോകത്തിൽ എത്തിച്ചേരുന്ന യോഗിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിവിധങ്ങളായ യജ്ഞാനുഷ്ഠാനങ്ങളും ഫലോദിഷ്ട കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് ഉപരിലോകങ്ങളിൽ എത്തുന്നവർ, അതായത് ചന്ദ്രലോകം പോലെയുള്ള ലോകങ്ങളിൽ എത്തുന്നവര് അവരുടെ ജീവിത കാലാവധി കഴിയുമ്പോൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മുടെ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ലെങ്കിലും ചന്ദ്രലോകം പോലെയുള്ള ഉപരിലോകങ്ങളും ഉത്കൃഷ്ടങ്ങളായ ജീവാത്മാക്കൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ വ്യക്തമാക്കുന്നു. അടുത്ത ശ്ലോകം 26. ശുക്ല കൃഷ്ണേ ഗതിഹ്യത്യേ ജഗത ശാശ്വതേ മദേ ഏകയാത്യനാവൃത്തി അന്യാവർത്തതേ പുനഃ. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. ഭൂമിയിൽ നിന്ന് പോകാൻ 2 മാർഗങ്ങളാണ് ഉള്ളതെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ഒന്ന് പ്രകാശത്തിലും മറ്റൊന്ന് അന്ധകാരത്തിലും. വെളിച്ചത്തിലൂടെ പോയവർ തിരിച്ചു വരാറില്ല, ഇരുട്ടിലൂടെ പോയവർക്ക് മടങ്ങി വന്നേ കഴിയും. അതായത് കൃഷ്ണന് സമർപ്പിതരാകാത്തത് കൊണ്ട് കർമ്മയോഗികളും ധ്യാനയോഗികളും ജ്ഞാനയോഗികളും അനാദിയായ കാലം മുതൽ തന്നെ ഭൂമിയിലേക്ക് വന്നും പോയിക്കൊണ്ടും ഇരിക്കുകയാണ്. അപ്പോ ആത്യന്തികമായ മുക്തി ലഭിക്കണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് സ്വയം സമർപ്പിതരാവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പുനരാവർത്തി, അതായത് ജനന മരണങ്ങളുടെ പുനരാവർത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അങ്ങനെ സ്വയം സമർപ്പിതരാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭക്തന്മാരുടെ സത്സംഗത്തില് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഭഗവാന് സമർപ്പിതരാവാൻ കഴിയും. അത് പെട്ടെന്ന് പറ്റുന്ന കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ തുടർച്ചയായിട്ട് ഇതെല്ലാം പരിശീലിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. സമർപ്പിതരാവാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റൂ, എങ്കിലും എത്രയോ നാളുകളുടെ പരിശീലനം കൊണ്ടാണ് ഓരോ ഭക്തന്മാർക്ക് അങ്ങനെയെല്ലാം എത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക ബന്ധങ്ങളുടെ കെട്ടുപാടുകളെ പറ്റി കലിയുഗത്തിലൊക്കെ കഴിയുന്ന നമ്മൾക്ക് വളരെയധികം നമ്മൾ ശ്രമിച്ച്, അതായത് അഭ്യാസം, അതല്ല അഭ്യാസേനത് കൗന്ദേയ എന്ന് ഭഗവാൻ പോലെ അങ്ങനെ പരിശീലനം ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ സ്വയം സമർപ്പിതരായിട്ട് ഈ ജനന മരണങ്ങളുടെ പുനരാവർത്തിയിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുള്ളൂ. അടുത്തത് ശ്ലോകം 27. നൈതേ ശ്രുതി പാർത്ഥ ജാനൻ യോഗി മുഹ്യതി കശ്ചനാം സത്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. വിവർത്തനം: ഈ 2 വഴികളെയും കുറിച്ച് അറിഞ്ഞിട്ടും ഭക്തൻ സംഭ്രമിക്കുന്നില്ല. അതിനാൽ അർജുന, എല്ലായ്പ്പോഴും ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ഇവിടെ എന്താ ഭഗവാൻ പറയുന്നത്? ഭക്തിയിൽ ഉറച്ചു നിൽക്കണം എന്നാണല്ലേ കൃഷ്ണനോട് പറയുന്നത്, അർജുനോട് പറയുന്നത്. കൃഷ്ണാവബോധത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട്
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഹരിനാമം ജപിക്കുകയും ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭക്തന് എപ്പോ ഈ ലോകം വിട്ടുപോകും, എങ്ങനെ വിട്ടുപോകും എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് ശില പ്രഭുപാദ് ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത് അല്ലെ. ഭഗവാൻ ഇവിടെ യോഗയുക്ത എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് യോഗയുക്തനായ അഥവാ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന ഒരു ഭക്തന് ഭക്തിയുത സേവനം ഒന്നുകൊണ്ട് മാത്രം ഭഗവത് ധാമത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇനി അടുത്ത ശ്ലോകം 28. ഈ വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. വർത്തനം ബൈ എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്, ശില പ്രഭുപാദ് കി ജയ്. ഭക്തിമാർഗം സ്വീകരിച്ചതുകൊണ്ട് വേദപഠനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം ഒന്നുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പുണ്യഫലങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നു. കൂടാതെ അവസാനം അയാൾ സനാതനമായ പരമധാമത്തിൽ എത്തുകയും ചെയ്യും. ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത്, ഈ ശ്ലോകത്തെ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ രത്ന ചുരുക്കമായിട്ടാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭക്തിയോഗം പരിശീലിക്കുന്നതും മറ്റ് യോഗപ്രക്രിയകൾ അനുഷ്ഠിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ആധ്യാത്മിക ആചാര്യന്റെ കീഴിൽ താമസിച്ച് അത് ബ്രഹ്മചര്യത്തിന്റെ കഠിന നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് സ്വഭാവ രൂപീകരണം നടത്തുന്ന ഒരു ബ്രഹ്മചാരി പിന്നീട് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കും. അപ്പോൾ അതിലിരുന്നു കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള യജ്ഞങ്ങളും കാലദേശപാത്രമനുസരിച്ചുള്ള ദാനങ്ങളും ഒക്കെ ചെയ്ത് പിന്നീട് വാനപ്രസ്ഥം സ്വീകരിക്കും. അതിനുശേഷം വാനപ്രസ്ഥത്തിന് ശേഷം പരിത്യാഗം അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കും. ഇതെല്ലാം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഉപരിലോകങ്ങളിലേക്കോ അതൊരു കൂടുതൽ അവരുടെ പുരോഗമനം അനുസരിച്ച് അവർക്ക് ബ്രഹ്മജ്യോതിയിലേക്കോ അതുമല്ലെങ്കിൽ അതിലും കൂടുതൽ പുരോഗമിച്ച് കൃഷ്ണലോകത്തിലേക്കോ എത്താം. എന്നാൽ ഇവിടെ പറയുന്നത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു ഭക്തന് ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെയുള്ള 4 ആശ്രമങ്ങളിലെയും കഠിന വ്രതങ്ങളെ ഒറ്റയടിക്ക് പിന്നിടാൻ കഴിയും എന്നാണ് പറയുന്നത്. അതാണ് കൃഷ്ണാവബോധത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഭഗവത്ഗീതയുടെ 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ് ഇതിന്റെ അകക്കാമ്പെന്ന് ശില പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 മുതൽ 6 വരെ ഉള്ള ശ്ലോകങ്ങളും 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾക്കും ഇടയ്ക്കായിട്ട് ഈ 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളെ വെച്ചിരിക്കുന്നത്. അതുപോലെ ഭഗവത്ഗീതയിൽ കുറച്ചെങ്കിലും വിശ്വാസമുള്ളവർ ഒരു ഭക്തനിൽ നിന്ന് തന്നെ അത് കേട്ടറിയണം. അതായത് ഒരു ഭക്തന് മാത്രമേ ഭഗവത്ഗീത മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചത്. അർജുനൻ ഭഗവാന്റെ ഭക്തനായിരുന്നു, സുഹൃത്തായിരുന്നു അല്ലെ. അത് ഭഗവാന് പറയുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഉദ്ദേശം ഒരു പണ്ഡിതന് മനസ്സിലാക്കാൻ കഴിയില്ല, അതൊരു ഭക്തന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനോട് പറഞ്ഞു അല്ലെ, അങ്ങയുടെ ഭക്തിയേക്കാൾ, അതായത് ഭട്ടതിരിപ്പാടിന്റെ പാണ്ഡിത്യത്തെക്കാൾ എനിക്ക് പൂന്താനത്തിന്റെ ഭക്തിയാണ് ഇഷ്ടം എന്ന് ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോ ഒരു ഭക്തന് ആണ് ആ ഭഗവത്ഗീതയുടെ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ശാസ്ത്രങ്ങളുടെ അതിന്റെ ഉൾക്കാമ്പ് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ കഴിയും. അവര് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കുക. അപ്പൊ ഹൃദയത്തിൽ ഇരുന്ന് കഴിഞ്ഞാല് നമുക്കതിന് ആ ഒരു ശുദ്ധിയും എല്ലാം വന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും വേണ്ട രീതിയിൽ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മുടെ ഈ മനുഷ്യജന്മം വളരെ ദുർലഭമാണ് അല്ലെ. അപ്പൊ ഈ ദുർലഭമായിട്ട് കിട്ടിയ മനുഷ്യജന്മം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചും ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്തും ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുക എന്നാണ് ഓരോ മനുഷ്യന്റെയും ധർമ്മം. അപ്പൊ അത് എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു ദിവസം
ഒരു റൗണ്ട് 108 തവണ എങ്കിലും ജപിക്കാൻ എല്ലാവരും ശ്രമിക്കണം, പുതിയതായിട്ട് വരുന്ന ഭക്തന്മാര്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ നീങ്ങി 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 ഭഗവാൻ അവിടെ തെളിഞ്ഞു വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അതൊരുപാട് സഹായിക്കും. അതുപോലെയല്ല, അപ്പൊ നമുക്ക് ഭക്തിയുത സേവനം ചെയ്യണം എന്ന്, ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമം ചെല്ലുക, ഭഗവാൻ ഒരു പൂവ് അർപ്പിക്കുക, ഭഗവാന് വിളക്ക് കത്തിക്കുക, പ്രാഥമികമായിട്ട് നമ്മൾ അതൊക്കെയാണ് ചെയ്യാനുള്ളത്. അതെല്ലാം ഭക്തിയുത സേവനങ്ങളാണ്. ഭഗവാന്റെ കഥകൾ ശ്രവിക്കുക. ഇന്നിപ്പോ അതിനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് വളരെ സുഗമമായിട്ടുണ്ട്. സൂമിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള അടുത്തുള്ള സത്സംഗത്തിലോ അവിടെയൊക്കെ വന്ന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വളരെ ദുർലഭമായിട്ട് കിട്ടിയ മനുഷ്യ ജന്മം ഭക്തിയുത സേവനം ചെയ്ത് ഭഗവത് നാമത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുക. അതാണ് ഓരോ മനുഷ്യന്റെയും ധർമ്മം. അപ്പോ ഹരേ കൃഷ്ണ. 8ാമത്തെ അധ്യായത്തിന്റെ ശ്ലോകങ്ങളുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്തി തരിക. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ വരിഷ്ഠരായിട്ടുള്ള ഭക്തന്മാരുണ്ട്, അവർ പറഞ്ഞു തരും. ഒരിക്കൽ കൂടി എനിക്ക് ഇതിനൊരു അവസരം തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ശില പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതേപോലെ നാമമാഹാത്മ്യവും അതേപോലെ തന്നെ നമ്മൾ നാമം ജപിക്കുന്നതിന്റെ എല്ലാം ഇമ്പോർട്ടൻസും മാതാജി ഇതില് പറഞ്ഞു തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ, ഇല്ല നമുക്ക് സമയമുണ്ട്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ ഡൗട്ട്സോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പോയിന്റ്സോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഹരേ കൃഷ്ണ. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. യെസ് മാതാജി. ഇന്ദിര മാതാജി. 19th ശ്ലോകം ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു. 19th. അതായത് 18ാമത്തെ ശ്ലോകത്തില് പറയുന്നത് എന്താണ്? അവ്യക്താദ്വ്യക്തയ സർവ പ്രഭവന്ത്യ ഹരാഗമേ രാത്ര്യാഗമേ പ്രളീയന്തേ തത്രൈവ്യവ്യക്ത സംജ്ഞകേ. അതായത് ബ്രഹ്മാവിന്റെ നമ്മൾ ഒരു പകലും ഒരു രാത്രിയെയും കുറിച്ച് പറഞ്ഞല്ലോ. അത് മാതാജിക്ക് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു പകൽ അവസാനിക്കുമ്പോ ഈ ഒരു കൽപ്പം കഴിയും, അപ്പൊ ഒരു പ്രളയം വരും. അപ്പൊ ആ സമയത്ത് എല്ലാ ജീവാത്മാക്കളും അവരുടെ ശരീരം നഷ്ടപ്പെട്ടിട്ട്, ആദ്യത്തെ ശ്ലോകത്തില് അതിന്റെ ഭാവാർത്ഥം അവ്യക്തതയിൽ നിന്നാണ്. അവ്യക്തതയിലല്ല, നമ്മള് മഹാവിഷ്ണുവിന്റെ ആ ഒരു അവ്യക്തത എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ വ്യക്തമായിട്ട് അടുത്ത ശ്ലോകത്തിൽ മഹാവിഷ്ണുവിന്റെ ശരീരത്തിലേക്ക് എല്ലാ ജീവാത്മാക്കളും പ്രവേശിക്കും, അല്ലെ? അപ്പോ എല്ലാ ജീവാത്മാക്കളും ഭഗവാനിൽ നിന്നാണ് വരുന്നത്, മഹാവിഷ്ണുവിൽ നിന്നാണ് വരുന്നത്. ആദ്യത്തെ സൃഷ്ടി ഭഗവാനിൽ നിന്നാണ്, അതിനുശേഷമാണ് ബ്രഹ്മാവ്. അത് കൂടുതൽ ഡീറ്റെയിലിലേക്ക് പോകേണ്ടി വരും. എന്തായാലും അപ്പോ ആ ഭഗവാനിൽ നിന്ന് ഒരു പകൽ അവസാനിക്കുമ്പോൾ ഈ ജീവാത്മാക്കളെല്ലാം കയറും. വീണ്ടും ബ്രഹ്മാവിന്റെ രാത്രി ആയിക്കഴിഞ്ഞ് വീണ്ടും പകലാവും. അപ്പോ അതായത് ഈ 4 ചതുർയുഗങ്ങളായിട്ടുള്ള 1000 യുഗങ്ങള് കഴിയുമ്പോൾ വീണ്ടും അതിൽ നിന്ന് ജീവാത്മാക്കൾ പുറത്തു വരും. എന്നിട്ട് അപ്പൊ അവർക്ക് ഓരോ കർമ്മത്തിനനുസരിച്ച് അവർക്ക് ഓരോ ശരീരം കിട്ടും, ബ്രഹ്മാവ് കൊടുക്കും. ഓരോ നമ്മുടെ കർമ്മം അനുസരിച്ചുള്ള ശരീരമാണ് നമുക്ക് കിട്ടുക. ഓരോ നമ്മൾ പൂന്താനം പറയുന്നില്ലേ, ഈച്ച ചത്ത് പൂച്ചയായിടും നരൻ ചത്ത് നരിയായിടും എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഓരോരോ ശരീരങ്ങൾ നമ്മൾ കിട്ടും.
ആ ശരീരം, അതായത് മനുഷ്യരാണ് ഇതിൽ പ്രത്യേകിച്ച് മനുഷ്യരുടെ അവര് ഓരോ കർമ്മങ്ങൾ അനുസരിച്ച് വീണ്ടും അവരിങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്യും, നല്ലതും ചീത്തയുമായിട്ടുള്ള ഓരോ കർമ്മങ്ങൾ ചെയ്യും. അപ്പൊ ആ കർമ്മങ്ങൾക്കനുസരിച്ച് അവർക്ക് വീണ്ടും പാപവും പുണ്യവും ഒക്കെ കിട്ടും. അതിനനുസരിച്ച് അവര് ജീവിച്ച് ഉപരിലോകങ്ങളിലേക്കൊക്കെ പോയി അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ബ്രഹ്മാവിന്റെ പകൽ അവസാനിച്ച് വീണ്ടും രാത്രിയാവും. അപ്പൊ അപ്പോഴുള്ള ജീവാത്മ എല്ലാ ലോകത്തിലുള്ളവരും മഹാവിഷ്ണുവിന്റെ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കും. പകലാവുമ്പോൾ അതുപോലെ തന്നെ വീണ്ടും വരും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൽ ഭൂത്വ പ്രലീയതാണ്. വീണ്ടും പകൽ വരും, വീണ്ടും രാത്രി വരും, വീണ്ടും പകൽ വരും, രാത്രി വരും. അതിങ്ങനെ 100 ബ്രഹ്മാവിന്റെ ഒരു ആയുസിനെ പറ്റി പറഞ്ഞല്ലോ, അത് അത്രയും വർഷം അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ മഹാപ്രളയം വരും. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാല് ഭഗവാൻ പറയുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവര് ഭഗവാന് വേണ്ടി സേവ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള പ്രളയകാലത്ത് അവര് മുക്തി പ്രാപിച്ച് ഭഗവാന്റെ അടുത്ത് പോകും. ഭഗവാന്റെ ലോകത്തിന് നാശമില്ല, ആധ്യാത്മിക ലോകത്തിന് നാശമില്ല. ഈ ഭൗതിക പ്രപഞ്ചം മാത്രമാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ മുക്തി ലഭിക്കുന്ന ആത്മാക്കള് വൈകുണ്ഠം അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകും. അല്ലാതെയുള്ള ജീവസത്തകൾ, ജീവാത്മാക്കളാണ് ഇങ്ങനെ വീണ്ടും 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 ജനിച്ചും മരിച്ചും ഭഗവത് പോയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മലോകം ഒരു ആധ്യാത്മിക ലോകമല്ല എന്നാണോ മാതാജി പറയണത്? കർമ്മയോഗം ആധ്യാത്മികമാണോന്ന് ചോദിച്ചാൽ കർമ്മയോഗം അനുഷ്ഠിക്കുന്നവർക്ക് ബ്രഹ്മലോകമാണ് ചോദിച്ചത്. ബ്രഹ്മലോകം അല്ല എന്ന് പറയില്ല. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കർമ്മങ്ങളും ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും അതില് നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ കുറച്ച്. അവര് ചോദിച്ചത് ബ്രഹ്മലോകത്തെ കുറിച്ചാണ് അവര് ചോദിച്ചത്, കർമ്മയോഗം അല്ല, ബ്രഹ്മലോകം. ബ്രഹ്മലോകത്തിന് നാശമുണ്ട്. ബ്രഹ്മലോകം അവസാനം പോവും ഭഗവാന്റെ ഇതില്. വീണ്ടും ആ ഒരു മഹാപ്രളയം കഴിയുമ്പോ പിന്നെ ഭഗവാന്റെ ഇതിരത്തിൽ നിന്ന് ബ്രഹ്മാവ് വരും. അടുത്ത ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിൽ പോയാൽ തിരിച്ചു വരും. പക്ഷെ വിഷ്ണു ലോകത്തിൽ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല, വരാതിരിക്കാം. എന്താന്ന് വെച്ചാൽ അവിടെ ചെന്നാലും നമ്മൾ കൃഷ്ണാവബോധം പരിശീലിക്കണം. എവിടെ ചെന്നാലും, അതായത് ഇവിടെ ഏറ്റവും താഴെയുള്ള ലോകം പോലെ ബ്രഹ്മാവ് വരെ, ആ ബ്രഹ്മലോകം വരെയുള്ള ലോകത്ത് ചെന്നാല് നമ്മൾ കൃഷ്ണാവബോധം പരിശീലിക്കാത്ത പക്ഷം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ഭഗവാന് സേവനം ചെയ്യാത്ത പക്ഷം തിരിച്ചു വരേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ബ്രഹ്മലോക നിവാസികളൊക്കെ ചെയ്യുന്നവർ അവര് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകും പ്രളയകാലത്ത്. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരേണ്ടി വരും. നമസ്കാരം. ഹരേ കൃഷ്ണ. മനസ്സിലായോ മാതാജി? മനസ്സിലായി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും പോയിന്റ്സ് ക്ലിയർ ചെയ്യണ്ടെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ മാതാജി, ക്ലാസ് വളരെ നന്നായിരുന്നു. നല്ല സൗണ്ടും നന്നായിട്ട് ഇരുത്തി ഓരോ വേർഡ്സ് ബൈ മാതാജി നന്നായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നരസിംഹ കീർത്തനോടെ. അതിനു മുമ്പായിട്ട് ഇന്ന് നമുക്ക് ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്ന സീതാമാതാജിക്കും അതേപോലെ തന്നെ ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തന്ന വിനോദ് ഗോവിന്ദ പ്രഭുവിനും അതേപോലെ ഭഗവത്ഗീത ക്ലാസ് എടുത്ത ഗൗരപ്രിയ മാതാജിക്കും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് നരസിംഹ ആരതി പാടാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനേ ഹിരണ്യാകാശീപൂർവക്ഷഃ ശീലഢങ്കാനഖാലയേ तो नरसिंहा परतो नरसिंहा यतो यतो यामि ततो नरसिंहा बाहिर्नरसिंहा हृदये नरसिंहा नरसिंहमदिं शरणं प्रपद्ये तव करकमलवरे नाखा अद्भुत शृङ्गा
दलिता हिरण्यकशिपोर्तनुभृङ्गा केशवधृता नरहरिरूप जय जगदीश हरे जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव 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 जय नरसिंहदेव प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज सर्वभक्त विघ्न विनाशक लक्ष्मी नरसिंहदेव भगवान की जय भक्त शिरोमणि प्रहलाद महाराज की जय श्रीला प्रभुपाद की जय हरे कृष्ण we will meet നമുക്ക് വെള്ളിയാഴ്ച മീറ്റ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.